നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ. വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ. വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല കേട്ടോ. വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത്. അങ്ങനെ നിങ്ങളിരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദയവായി പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കിടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ പത്രപ്രവർത്തകരെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ വിളിക്കാത്തടത്തേക്കൊന്നും ഈ വലിഞ്ഞു കയറി ചെന്നിട്ട് നിങ്ങൾ ഈ കൊമ്പും കോലും ഒക്കെ കാണിച്ചിട്ട് ഈ അഭിപ്രായം ചോദിക്കുന്ന പരിപാടി ശരിയല്ല. അതൊരാധുനിക സമൂഹത്തിൽ ചേർന്ന ഒരു പത്രപ്രവർത്തന രീതിയല്ല എന്നാണ് ഈ സഖാവ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ നിങ്ങൾക്ക്? പൊതുവെ നമ്മുടെ ഈ കേരളത്തിലും ഇന്ത്യയിലൊക്കെ കാണുന്ന ഒരു രീതിയുണ്ട്. ഈ നേതാക്കന്മാരെ, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും വിമാനത്താവളത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മീറ്റിങ്ങിന് വരുമ്പോൾ ഉടനെ ഈ വല്ല തേനീച്ചകൾ പൊതിയുന്ന പോലെ ഈ കൊമ്പും കോലും ക്യാമറയൊക്കെ പോയി അവരുടെ മുഖത്തേക്കും ഒക്കെ നീട്ടിക്കൊടുക്കും. ഈ അടുത്ത കാലത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും, മലയാളത്തിൻ്റെ പ്രിയങ്കരനായ മോഹൻലാൽ എന്ന നടൻ ഏതോ ഒരു ചടങ്ങ് കഴിഞ്ഞ് കാറിൽ കയറാൻ പോകുമ്പോഴേക്കും ഈ ചാനലുകാരൊക്കെ പൊതിഞ്ഞ് ആ മൈക്കൊക്കെ ഇട്ട് ഓടിച്ചെല്ലുകയും അതിലേതോ ഒരു റിപ്പോർട്ടറിൻ്റെ മൈക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൊണ്ടതായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് അദ്ദേഹം തല വെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൊണ്ടില്ല എന്നേ ഉള്ളൂ. ഒരു ഇഞ്ചൊന്ന് മാറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടേനെ. പെട്ടെന്ന് തന്നെ മോഹൻലാലിന് ദേഷ്യം വന്നു. ആ റിപ്പോർട്ടറെ നോക്കിയിട്ട് പറഞ്ഞു, തന്നെ ഞാൻ നോട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് കാർ കയറി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നീട് അദ്ദേഹം വാസസ്ഥലത്ത് ചെന്നിട്ട് ആ റിപ്പോർട്ടറെ വിളിച്ചിട്ട് സോറി പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടറാണ് മോഹൻലാലിനോട് മാപ്പ് പറയേണ്ടിയിരുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തന രീതി എന്നൊക്കെ പറയുന്നത് ഈ തരത്തിലാണ്. ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ തേനീച്ചകൾ ചെന്നിട്ട് ഇങ്ങനെ പൊതിയണ പോലെ അവരുടെ വഴി തടഞ്ഞുകൊണ്ട് ഈ മൈക്കുകളൊക്കെ അവരുടെ മുന്നിലേക്ക് നീട്ടിയിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അതൊന്നും ഒരു സിവിലൈസ്ഡ് സമൂഹത്തിന് ചേർന്നതല്ല എന്ന് നമുക്കറിയാം. ആ നേതാക്കളുടെ അല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെയൊക്കെ ഒരു അഭിപ്രായം ഒരു വിഷയത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പെർമിഷൻ ചോദിക്കുക. അതിനൊരു മാന്യമായി അവർക്ക് മറുപടി പറയാനുള്ള ഒരു കംഫർട്ട് പൊസിഷനിൽ അവർ നിന്നുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖം നമുക്കും ആ റിപ്പോർട്ടർമാർക്കും ഒക്കെ കിട്ടും. പക്ഷെ അതിന് പകരമായിട്ട് എവിടെയും വലിഞ്ഞു കയറി ചെന്ന് അത് തങ്ങളുടെ അധികാരമാണ്, അവകാശമാണ് എന്ന് വിചാരിക്കുന്നത് നല്ലതാണോ എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ നിറഞ്ഞ ഒരു ലീഡറാണ് എന്ന് ഈ കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനായി അല്ലെങ്കിൽ ഒരു ഇമേജ് സൃഷ്ടിക്കാനായിട്ട് പ്രതിപക്ഷ കക്ഷികൾ മനഃപൂർവ്വം ഈ ഇൻസിഡൻറ്റിനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് മറുപക്ഷമുണ്ടല്ലോ. ആ മറുപക്ഷമുണ്ടല്ലോ, അതായത് പ്രതിപക്ഷം. പിണറായി വിജയൻ അഹങ്കാരിയാണ്, ധാർഷ്ട്യക്കാരനാണ് എന്നെല്ലാം ആരോപിക്കുന്ന പ്രതിപക്ഷം. അത്തരം ഒരു ഇമേജ് കേരള സമൂഹത്തിൽ അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്ന ഈ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കൾ ഇനി തങ്ങളാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്, തങ്ങൾ ഇതുപോലെ ആയിരിക്കില്ല, വളരെ സൗമ്യമായി അഹങ്കാരമില്ലാതെ ധാർഷ്ട്യമില്ലാതെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാഴ്ചകളും നമുക്ക് കാണണമല്ലോ. അത്തരം കാഴ്ചകൾ കണ്ടാൽ കൂടിയാണല്ലോ ഇത് പൂർണ്ണമാകുള്ളൂ. കാരണം ഭാവിയിൽ ഭരണാധികാരികളായി വരുന്നവർ എങ്ങനെയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നറിഞ്ഞ് നമുക്ക് അത്തരക്കാരെ നമുക്ക് ഭരണത്തിൽ ഏറ്റണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. അത്തരം ഒരു കാഴ്ചകളും കൂടെ കണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. അതല്ല, ഇങ്ങോട്ട് വരണ്ട, കയ്യിൽ വെച്ചാൽ മതി. ഇതുപോലത്തെ സാധനങ്ങൾ കയ്യിൽ വെച്ചാൽ മതി കേട്ടാ, കയ്യിൽ വെച്ചാൽ മതി. ആ പിണറായി വിജയനോട് പോയി ചോദിച്ചാൽ മതി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്. എന്നോട് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഇതുപോലെ അസംബന്ധം കാണിച്ചിട്ട് നിങ്ങളുടെ പത്രത്തിൽ, നിങ്ങളുടെയൊക്കെ പത്രത്തിലും നിങ്ങളുടെയൊക്കെ ചാനലിലും കൊടുക്കുന്ന കലാപത്തിന് നടക്കുന്ന ആഹ്വാനത്തിലടക്കം നിങ്ങളുടെയൊക്കെ ഈ മാധ്യമങ്ങളുടെ ആളുകളെ അടക്കം ചെയ്യേണ്ടതാണ്. അവന്റെ അസംബന്ധം പറയണ്ട, ഒരു അസംബന്ധം പറയണ്ട, വേണ്ട അസംബന്ധം പറയണ്ട, ഒരു വസ്തുതയും വേണ്ട. ഞാൻ പറഞ്ഞോളാം ഒരസംബന്ധം പറയണ്ട, വേണ്ട. അല്ലല്ല, നിങ്ങളെ വേണ്ട പത്രസമ്മേളനം എന്റെ പത്രസമ്മേളനം തടസ്സപ്പെടുത്താൻ ഇവിടെ ഇരുത്തിയാൽ ഞാൻ മര്യാദ ആയിക്കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പുറത്തിറക്കി വിടും, മനസ്സിലായോ? നിങ്ങളെവിടുന്ന് പുറത്തിറക്കി വിടാനുള്ള എന്നെ കൊണ്ട് ചെയ്യിക്കരുത്, മനസ്സിലായില്ല? പറഞ്ഞാൽ ഒക്കെ നിർത്തിക്കോ, ഒക്കെ കയ്യിൽ വെച്ചാൽ മതി. പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന 2 വാക്യം പറഞ്ഞുള്ളൂ. പക്ഷേ ഈ നേതാവ് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ കേട്ട് കാണും. ബാക്കിയെല്ലാം നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.